നമസ്കാരം. കുഴലെ കള്ള ബെടുവ ഈ രീതിയിൽ മാസപ്പടിയും വാങ്ങിക്കൊണ്ടിരുന്നിട്ടാണ് നാട്ടുകാരെ എല്ലാം ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പകുതി വില തട്ടിപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞ് മുഖ്യസൂത്രധാരൻ അനന്തുകിഷന്റെ മൊഴി. മാത്യു കുഴൽനാടൻ MLA-ക്ക് 7 ലക്ഷം രൂപ നൽകിയെന്നും ഡീൻ കുര്യാക്കോസ് MP 45 ലക്ഷം രൂപ വാങ്ങിയെന്നും 15 ലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയതെന്നും അനന്തുകിഷൻ മൊഴി നൽകിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന്. അതുപോലെയാണ് മാസപ്പടി കാര്യമായിട്ട് അടിയിൽക്കൂടെ മോളിക്കൂടെ എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്റെ മേൽ ആരോപണം വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെ മാസപ്പടി മാസപ്പടി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കണം. നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ലേ, ഈ പോക്കറ്റ് അടിക്കാരൻ തന്നെ പോക്കറ്റ് അടിച്ചതിന് ശേഷം അയ്യോ എന്റെ പോക്കറ്റ് അടിച്ചേ എന്ന് വിളിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇപ്പോ മാത്യു കുഴലിന്റെ അവസ്ഥ. ഒരു 916 ഉഡായിപ്പാണെന്ന് പല സന്ദർഭത്തിൽ തെളിഞ്ഞതാണ്. അതായത് ഏറ്റവും ഒടുവിൽ, അതായത് ഈ സംഭവത്തിന് തൊട്ടു മുന്നോടിയായിട്ട് 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി. എന്നിട്ട് ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ 1 സെന്റ് ഭൂമി ഞാൻ കയ്യേറിയിട്ടില്ല, അങ്ങനെ കയ്യേറിയെന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവിടെ അവസാനിപ്പിക്കും. അതേ ടേപ്പ് ഇപ്പൊ വീണ്ടും എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ഇന്നുവരെ എന്റെ ലൈഫിൽ ഒരു ഇടപാട് ഒരു കൂടിക്കാഴ്ച സംഭവം ഉണ്ടായിട്ടില്ല. 7 ലക്ഷം രൂപയല്ല, 7 രൂപ എനിക്കോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപാടിലോ ഉണ്ടായിട്ടുണ്ട് എന്ന പ്രൈമ ഫേസ് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. കേട്ടിട്ടുണ്ട് ഒരുപാട് ഈ ഡയലോഗ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പഞ്ച് ഡയലോഗ് അടിക്കണമല്ലോ, ചില സന്ദർഭങ്ങളിലെല്ലാം പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇത്തരം ഡയലോഗ് പറഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കും. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ ഇതുവരെ പൊതുജീവിതം അവസാനിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര നേതാക്കന്മാർ ഇതേ ഡയലോഗിൽ പലകുറി പെട്ടിട്ടുണ്ട്. അവർ എല്ലാത്തരം കൊള്ളരുതായ്മകളും കാണിക്കും. എന്നിട്ട് കൈയോടെ പിടിക്കുമ്പോൾ ആരോപണം തെളിഞ്ഞാൽ ഞാൻ അതോടുകൂടി എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കും. എൽദോസ് കുന്നപ്പള്ളി നല്ലൊരു ആരോപണം നേരിട്ടു, പൊതുജീവിതം അവസാനിപ്പിച്ചോ? VD സതീശന്റെ പേരിൽ പിന്നെ ഓടി കിടക്കണ കാര്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല, പൊതുജീവിതം അവസാനിപ്പിച്ചോ? അങ്ങനെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരെടുത്താലും അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും? എനിക്കെതിരെയുള്ള ആരോപണം അത് തെളിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കും. കാര്യം ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്റെ ട്രാൻസ്പാരൻസി ഉണ്ട് എന്ന് തോന്നിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ഡയലോഗ് അടിക്കണം. ആ ഡയലോഗ് അടിച്ചിട്ട് എസ്കേപ്പ് അടിച്ച് പോവുക എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട്, തീ ഇല്ലാതെ പുകയുണ്ടാകില്ല. മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടിമുടി ദുരൂഹനാണ്. അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ കോപ്പി അടിച്ച് ഡീബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നല്ല രീതിയിൽ സ്കൂളിൽ വല്ല കോളേജിൽ പോയി പഠിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുളയ്ക്കുന്ന കാലഘട്ടം തൊട്ടേ എന്താണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ? അദ്ദേഹം അഡ്വക്കേറ്റ് ആയതിനു ശേഷം മുൻപുന്നയിച്ച പല ആരോപണങ്ങളും കള്ളമാണെന്ന് തെളിയുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ കണക്കുകളെ സംബന്ധിച്ചും അദ്ദേഹം ഭൂമി വാങ്ങിയ പല കണക്കുകളെ സംബന്ധിച്ചും ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നീട് സർക്കാർ ഭൂമി കയ്യേറി. അങ്ങനെ അടിമുടി ദുരൂഹനായിട്ടുള്ള ഒരു വ്യക്തി, അടിമുടി ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തി, അടിമുടി പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അയാൾ ഈ ഒരു വാചകം പറയുന്നത് എന്തിനാണ്? അത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. ചിലരെ നമ്മുടെ നാട്ടിൽ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യും. ആ ഹൈലൈറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയനെതിരെ പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ടോ? അവർ എന്ത് തോന്നിവാസോ, എന്ത് ഞരമ്പ് വേല കാണിച്ചാലോ അവനെ യദുകൃഷ്ണനാണെങ്കിൽ പോലും നമ്മൾ മഹത്വവൽക്കരിക്കും പോലെ ഏറ്റവും കൂടുതൽ ഉടായ്പ് കാണിച്ചിരിക്കുന്നത്, അത് കൈയോടെ പിടിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തിയെ എന്തോ മഹാനായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവതരിപ്പിക്കും. കാര്യം അവർക്ക് ആവശ്യം പിണറായി വിജയനെതിരെ ഡയലോഗ് അടിക്കുന്ന ഒരു നാവാണ്. ആ ഡയലോഗ് അടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ പെണ്ണ് പിടിക്കാം, ഒരു കുഴപ്പമില്ല. ഞരമ്പൻ വേലത്തരം കാണിക്കാം, ഒരു കുഴപ്പമില്ല. മഹത്തരമായ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് എന്ത് ഫ്രോഡ് പണിയും ചെയ്യാം, തട്ടിപ്പ് നടത്താം, വെട്ടിപ്പ് നടത്താം. ഇതെല്ലാം മഹത്തരമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പൊലിപ്പിച്ചോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചോ. അതൊക്കെ ചെറുതല്ലേ? നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ ചെയ്യാമല്ലോ. ആ ആംഗിളിൽ അതിനെ വളച്ചൊടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഉള്ളിൽ അതൊക്കെ ചെറിയ സംഭവമാക്കി ചിത്രീകരിക്കും. നേരെ മറിച്ച് പിണറായിക്കെതിരെ പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം വല്ലാത്ത അപ്പോസ്തലന്മാരാണ്. ഏത് കാര്യം എടുത്താലും മഹാനാണ്, മിടുക്കനാണ്. അങ്ങനെ മഹാനും മിടുക്കനും എന്താണെന്ന് ഏറ്റവും ഒടുവിൽ അനന്തകൃഷ്ണന്റെ മാസപ്പടി പറ്റിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് 7 ലക്ഷം രൂപ വാങ്ങിയെടുത്തിരിക്കുകയാണ്. എന്തിന്? ഒരു MLA സംബന്ധിക്കുന്നിടത്തോളം ഈ അടുത്ത സമയത്തൊന്നും ഇലക്ഷനോ തെരഞ്ഞെടുപ്പോ ഒന്നും ഇല്ലായിരുന്നു. അത് പാർട്ടി ഫണ്ടായിട്ട് മേടിച്ചതുമല്ല. സ്വന്തം നിലയ്ക്ക് 7 ലക്ഷം രൂപ എന്തിനായിരിക്കും മേടിച്ചിട്ടുള്ളത്? വെറുതെ 7 ലക്ഷം രൂപ കിട്ടിയാൽ കഴിക്കൂ, കൊണ്ടുവരൂ, എന്റെ പോക്കറ്റിലോട്ട് വയ്ക്കൂ, ഞാൻ അങ്ങ് ബേഷായിട്ട് കുറച്ചുകൂടി അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ട് നടക്കട്ടെ. കാര്യം കാട്ടിലെ തടി തേവരുടെ ആന, കിട്ടിയ അവസരത്തിൽ മാക്സിമം വാങ്ങിച്ചൊപ്പിക്കുക. അതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഡീൻ കുര്യാക്കോസിന്റെ പേരിൽ കൂടി ആരോപണം വന്നിട്ടുണ്ട്. 45 ലക്ഷം രൂപ. ഒന്ന് ആലോചിക്കണേ,
കോൺഗ്രസുകാർക്ക് കൊണ്ടുവന്ന് തള്ളിക്കൊടുക്കുന്നത്. അധികാരം പോലും ഇല്ല. പക്ഷേ ഈ രീതിയിൽ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നാളുകളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സകലമാന സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നത് ഞങ്ങളാണ്. ഈ രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് ഓരോ കച്ചവടക്കാരിൽ നിന്ന്, അതിന് ഏത് ഫ്രോഡോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി, ഞങ്ങൾ ഏത് കാര്യത്തിലും കൂട്ടുനിൽക്കുന്നവരാണെന്ന് മാത്യു കുഴൽനാടനെതിരെയുള്ള ഈ ആരോപണം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് മേൽ ഓരോ ആരോപണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആരോപണം വളരെ കൃത്യമായിട്ട് മൊഴിയായിട്ട് ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധിയായിട്ടിരിക്കാൻ PVC കുഴലിന് യാതൊരു യോഗ്യതയില്ല. അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങി പോടോ എന്ന് മാത്രമേ ഈ സമൂഹത്തിന് നിങ്ങളോട് പറയാനുള്ളൂ.